ഇതിപ്പോഴൊന്നും ശരിയാവുന്ന മട്ട് കാണുന്നില്ല. ഇനിയിപ്പോ കാറ് ശരിയാക്കിയില്ലേലും വേണ്ടില്ല. ആ ഗോസ്റ്റ് ഹൗസിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരാം. എന്തായാലും അവരൊക്കെ കഴിക്കുന്നതല്ലേ. ഈ ലത എവിടെ അവളുടെ ഹാൻഡ് ബാഗ് ഉണ്ടെന്ന് പറഞ്ഞത്? കാണുന്നില്ലല്ലോ. കിട്ടിപ്പോ. എന്റെ ദൈവമേ, ഇത് ഹാൻഡ് ബാഗാണോ? നായയുടെ ചങ്ങല മാതിരി ഉണ്ട്. ഇതൊക്കെ ഒരു ഹാൻഡ് ബാഗാ? അമ്മേ, ഇതൊക്കെ ഒരു കാറാണോ? വെറുതെ മനുഷ്യ കുഴപ്പിക്കാനായിട്ടൊരു കാറ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നടക്കാം. അല്ലാണ്ടെന്താ. ഇത് എന്ന വലിയ കാട്, കാട്ടിലൂടെ പോകും ഈ ഞാന്. നല്ല വയറുന്നു അല്ലേ സുധാ? അയ്യോ കുശലകുമാരി മോളെ, നീയായിരുന്നോ? ഞാൻ മോളെ, ഞങ്ങളൊക്കെ ബിരിയാണി ഒക്കെ കഴിച്ചു. നീ എവിടെയായിരുന്നു പോയത്? ആന്റി, ഞാനും ചിക്കൻ ബിരിയാണി കഴിച്ചു. ആന്റി, നീയും ചിക്കൻ ബിരിയാണി കഴിച്ചോ? അത് പോട്ടെ, എവിടെന്നാ ചിക്കൻ ബിരിയാണി കഴിച്ചത്? അതില്ലേ ആന്റി, ഞാൻ എന്റെ നാരായണിയെയും കൂട്ടി നടക്കാൻ ഇറങ്ങിയതല്ലേ. അപ്പോ എടി നാരായണി, നീ എവിടെയൊന്നും നിന്നേ? എടി പൂച്ച, നീ എവിടെയൊന്നും നില്ലേ? നീ എവിടേക്കാ എന്നെയും കൂട്ടി പോകുന്നേ? പൂച്ച, പ്ലീസ് പൂച്ച, ഒന്ന് അവിടെ നില്ലേ. എന്തിത്, ചിക്കൻ ബിരിയാണിയോ? എടി പൂച്ചക്കുട്ടി, നീ തന്നെ മുഴുവനും കഴിച്ചു തീർക്കാത്ത എനിക്കും കുറച്ച് താടി ഇങ്ങോട്ടെ. ഇതെന്തോ പാനിപൂരി ഉണ്ടല്ലോ. അതേ പാറു, പാനിപൂരി മാത്രമല്ല, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. എടി പാറു, നീയല്ലേ ഒരു കൊട്ട ചിക്കൻ ബിരിയാണി കഴിച്ചത്? വീണ്ടും എന്തിനാ ഇത്രയും ആർത്തി? ചിക്കൻ ബിരിയാണി പോലെയാണോ ഇത്? ഇതാണല്ലോ പാനിപൂരി, പിന്നെയോ നല്ല ഓറഞ്ച് ജ്യൂസ്. എടി പാറു, ഇപ്പം മിണ്ടാതിരിക്കേ. ഇതൊക്കെ പ്രേതത്തിന് കാണാണ്ടിയാണ് നമ്മൾ കഴിച്ചത്. എങ്ങാനും നമ്മൾ പ്രേതത്തിന് കണ്ട പിന്നെ നമ്മളെ പാനിപൂരിയായി മാറും കേട്ടോ. അതുകൊണ്ട് മിണ്ടാതിരിക്കേ. ഓക്കേ ബോസ്. എനിക്ക് ഉറക്കം വരുന്നു അമ്മേ. അച്ചോടാ, നമ്മുടെ പപ്പീഷ മോന് ഉറക്കം വരുന്നു. സാരില്ല മോനെ, നമ്മൾ ഇപ്പൊ തന്നെ ഉറങ്ങാം കേട്ടോ. എല്ലാരും ഭക്ഷണം കഴിച്ചതല്ലേ? നമുക്ക് എവിടെയും നല്ല ബെഡ്റൂം ഉണ്ടോന്ന് നോക്കാം. അവിടെ നമുക്ക് കിടക്കാം. മക്കളെ, നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഇവിടെ എവിടെയും നല്ല ബെഡ്റൂം ഉണ്ടോന്ന് നോക്കിട്ട് വന്നേ. ശരി ഹുസൂർ, ആജ്ഞാപിച്ചത് അനുസരിക്കുന്നു ഹുസൂർ.